കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുവത്സര സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൂട്ടായ്മ ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകർ ഏതെല്ലാം തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ്, അതും നമ്മുടെ ഉന്നത പ്രസിഡന്റ് പദവികൾ വഹിക്കുന്ന ഉന്നതത്തിലിരിക്കുന്ന വ്യക്തിത്വങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, 10, 100, 200, 75 ഓരോ കൂട്ടായ്മകളെ, കുടുംബങ്ങളെ ചേർത്തിണക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, ചേർത്തിണക്കിക്കൊണ്ട് പോകുന്ന വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ. കോർവ ജില്ലാ പ്രസിഡന്റ് OR ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ SHO AS അൻസൽ മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികളിലും യുവാക്കളിലും ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് റെസിഡൻസ് അസോസിയേഷനുകൾ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്ന് SHO പറഞ്ഞു. നമ്മുടെ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നത് 2 തരത്തിലുള്ള പരാതികളാണ്. അതിൽ ഒന്നാമത്തെ പരാതി എന്ന് പറയുന്നത് പ്രായമായിട്ടുള്ള രക്ഷിതാക്കളെ നോക്കാത്തതും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കെയർ നൽകാത്തതും, അതല്ലെങ്കിൽ മക്കൾ ഉപദ്രവിക്കുന്നു, ഇങ്ങനെയുള്ള പരാതികളാണ് ഒന്നാമതായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു റേഷൻ കടയിൽ വന്ന് അരി വാങ്ങാൻ നിൽക്കുന്ന ആളുകളെക്കാട്ടി കൂടുതൽ പരാതിയായിട്ടുള്ള ആളുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മുനിസിപ്പൽ കൗൺസിലർ രശ്മി ശ്യാം സമ്മാനദാനം നിർവഹിച്ചു. 2024 വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഏറ്റുമാനൂർ SHO AS അൻസലിനെയും സാഹിത്യകാരൻ ഏറ്റുമാനൂർ പുന്നത്തുറ സ്വദേശി TA മണി തൃക്കോതമംഗലം എന്നിവരെയും ആദരിച്ചു. കോർവ ജില്ലാ ജനറൽ സെക്രട്ടറി P ചന്ദ്രകുമാർ സ്വാഗതം ആശംസിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സാലി അനൂപ്, ജില്ലാ സെക്രട്ടറിമാരായ KR ഉണ്ണികൃഷ്ണൻ, GG സന്തോഷ് കുമാർ, വൈസ് പ്രസിഡന്റുമാരായ സജിത് ബാബു, സന്തോഷ് വിക്രമൻ, N ശ്രീനിവാസൻ, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ബിജോ കൃഷ്ണൻ, വനിതാ വിഭാഗം സെക്രട്ടറിമാരായ സുജ S നായർ, ത്രസ്യാമ ജോൺ എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മയോടനുബന്ധിച്ച് UP വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികളും സെക്രട്ടറി KC ഉണ്ണികൃഷ്ണൻ നയിച്ച ധ്വനി മ്യൂസിക്കിൻ്റെ കരോക്കെ ഗാനമേളയും നടന്നു.